അതെ, ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാം ചെറിയ ഓർമ്മയിൽ തെയ്യം അങ്ങനെ നടന്നിട്ടില്ല. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എവിടെ പാരിപ്പുറത്ത് കൈയെടുത്താലും ചെയ്തു പോന്നിരിക്കുന്ന കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും ചിത്രസസ്യങ്ങളെന്ന് കൃഷ്ണൻ കൈയെടുത്ത പ്രകാരം ആസനത്തിലെ ഭാജനത്തിലെ കുറവോട് വരുത്താതൊക്കെ കൊണ്ടും അല്ലേ, കാലാള മുമ്പിൽ തലവലിക്കാതൊക്കെ കൊണ്ടും അല്ലേ, ശ്രേയസായിട്ട് ആയിരാരോഗ്യ സ്വസ്ഥത്തെ കൊണ്ടും അല്ലേ, എന്നാൽ ഭക്തിയാലെ കൈയെടുത്തു നമ്മുടെ അല്ലേ മനസ്സിനകത്തൊരു വൃത്തി ഉണ്ടായിക്കോട്ടെ. എപ്പോഴും സന്ധ്യാ നേരത്തിന്റെ മതാവേ വിളിച്ച് പൊതുവിലായിട്ട് നിങ്ങൾ അടുക്കള ലക്ഷ്യം
മാതിരി കാര്യങ്ങൾ ഈ സ്ഥാനത്ത് എഴുന്നേൽ കൊടുത്തേ കൽപ്പ എഴുന്നള്ളി വരിക വരിക വേണമടിയേരി മടത്ത് വെച്ചിട്ട് ഭഗവതിയവേ ആടിയേരി മാടമേറി മുടികളൊക്കെ പൂവിഞ്ചു കൂടി ആടികളേക്ക് വരിക വരിക സ്വാഹ ാട് കാട്ടമാടുക പ്രപരവേശ്വരം പുത്തലപ്പുശ്ശേരി ആലമ്പായിപ്പെട്ടേരി അറിയിൽപ്പെട്ടേരി 8 10 18 സമ്പ്രദായത്തിന് ശേഷിപ്പെട്ടവരെ പോലെ ഈ കാവൂട്ടും കൊണ്ടൊക്കെ സ്ഥലത്ത് വെച്ച് വിളക്കും പൂഞ്ഞത്തെ കേട്ട് തിരിച്ചിരിയാട്ട് പോരുവാ എഴുന്നള്ളി വരിക വേണമടിയേരി വെള്ളത്തിൽ വെച്ചിട്ട് പോകുന്നത്
നടത്താൻ പോകും. ഇല്ലോട്ട് തറവാടാനോട് വെയിറ്റ് നമ്മുടെ കാര്യത്തിൽ ഇങ്ങനെ കാലം കൊണ്ടോട്ടെ കൊണ്ട് കൂട്ടി അല്ലേ ഇന്നലെ പല കാലങ്ങളിൽ പലനാട് നാട്ടുകാരുടെ പുത്തനം തുശേരി ആലമ്പായി പെട്ടേര് കയ്യിൽപ്പെട്ടേര് കല്ലൂര് 8-10-18 സമ്പ്രദായത്തെങ്കിൽ ശേഷിപ്പെട്ടവർ പോലെ ഈ അടിയേരി മരത്തിൽ ഉച്ചപ്പോവുക അത് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പ്രകാരം നാളേക്ക് നിലയ്ക്ക് സർവ്വ കാര്യങ്ങൾക്ക് രക്ഷമതിയായിട്ട് ഞാൻ നടന്നാ പോലെ എന്നാ പിടിച്ചാ
നമസ്കാരമുണ്ട്. എന്താണ് പേര്? പേര് നാരായണൻ. ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണിത്. പതിറ്റാണ്ടുകൾ തന്നെ പറയാം, അത്രയും പുരാതനമായൊരു ക്ഷേത്രമാണിത്. പക്ഷേ അത് നല്ല രീതിയിൽ, ഏറ്റവും പ്രസിദ്ധമായ രീതിയിൽ പുല്ലോട്ട് ഊട്ട് എന്ന പേരിൽ പ്രസിദ്ധമായി ഊട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പിന്നെ പുല്ലോട്ട് ഊട്ട് എന്നാണ് അന്നത്തെ ആ ഉത്സവത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാവുന്ന, എല്ലാ നാട്ടുകാരും പങ്കെടുക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഉത്സവമായിരുന്നു അന്നിവിടെ നടന്നിരുന്നത്. കാലക്രമേണ പല ക്ഷേത്രങ്ങളിലെന്ന പോലെ നടത്താൻ ആളുകളില്ലാതെ ക്ഷയിച്ച് പോവുകയും കാട് മൂടിക്കിടന്ന ഈ പ്രദേശം ആളുകൾ തുറന്നു നോക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഇത് നശിച്ചു പോയി, കാടുകൾ വളർന്ന ഒരു കൊടുങ്കാടായി മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം 1994 ഞങ്ങൾ ഈ കാടുമൂടി പ്രദേശം മെല്ലെ മെല്ലെ കാട് വെട്ടിത്തെളിച്ച് പിന്നെ കാട് വെട്ടിത്തെളിക്കുന്ന സമയത്താണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഓരോ കല്ലുകളെല്ലാം നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത്. 1994 കണ്ടെത്തുന്നത്. അതിനുശേഷം നാട്ടുകാരുടെയും അതുപോലെ നമ്മുടെ ഈ ക്ഷേത്ര വിശ്വാസികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും എല്ലാം പിന്തുണയോടുകൂടി, അവരുടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ ഈ ഉത്സവം മെല്ലെ മെല്ലെ അങ്ങനെ കൊണ്ടുപോവുകയും ഇന്ന് അത് നമ്മുടെ ഏറ്റവും ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറുകയും ഉത്സവമായി മാറുകയും ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്ഷേത്ര ഉത്സവമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് നാട്ടുകാരുടെ പിന്തുണയുണ്ട്,
ഇതിൻ്റെ കുടുംബക്കാരുടെ പിന്തുണയുണ്ട്, വിശ്വാസികളുടെ പിന്തുണയുണ്ട്, അതുപോലെ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതിൻ്റെ എല്ലാവരുടെയും പിന്തുണയുള്ള ഈ ക്ഷേത്രം വളർന്നിട്ടുള്ളത്. അപ്പം ഇതിവിടെ 11ഓളം തെയ്യങ്ങളാണ് ഇപ്പം കെട്ടിയാടുന്നത്. അതിൽ പിന്നെ ധർമ്മദൈവം, വിഷ്ണുമൂർത്തി, വളയങ്കാടൻ തൊണ്ടച്ചൻ, ഭഗവതി, ഗുളികൻ, ഉച്ചിട്ട ഭഗവതി, അതുപോലെ നാഗകന്യക, അതുപോലെ ഭൈരവൻ, ഗുളികൻ, പൊട്ടൻ തെയ്യം, അങ്ങനെ പുറത്തി, അങ്ങനെ 11 തെയ്യക്കോലങ്ങളാണ് ഇപ്പോൾ ഇവിടെ കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസങ്ങളിലാണ് ഇപ്പം കളിയാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടങ്ങളിൽ 2 ദിവസങ്ങളിലായിരുന്നു കളിയാട്ടം. 2009 നടന്ന സ്വർണ്ണ പ്രശ്നത്തെ തുടർന്നാണ് ഈ കളിയാട്ട മഹോത്സവം 3 ദിവസമാക്കണമെന്നും ഇവിടെ 11ഓളം ശക്തികളുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് 11 തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഏത് ദിവസമാണ് തെയ്യം ഉത്സവം തുടങ്ങുന്നത്? ഉത്സവം തുടങ്ങുന്നത് എന്ന് വെച്ചാൽ മേടമാസം 19, 20, 21. അത് മലയാള മാസം അതിന് ഒരു സ്ഥിരതയുള്ള ഡേറ്റാണ് 19, 20, 21. അപ്പം ഇംഗ്ലീഷ് തീയതിയിൽ മെയ് 3, 4, 5 വരാം, 2, 3, 4 തീയതികളിൽ വരാം. അങ്ങനെയാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിന് മുമ്പായി കലാപരിപാടികളടക്കമുള്ള നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം കണ്ടു ആയിരക്കണക്കിന് എണ്ണിയാൽ തീരില്ല, എണ്ണം വരില്ല അല്ലേ? അത്രയും ജനങ്ങൾ, അത്രയും കണ്ണൂരിൻ്റെ, എനിക്ക് തോന്നുന്നു കണ്ണൂർ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട് അല്ലേ? അത്രയും ജനങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അത്രയും വലിയ പ്രശസ്തമായൊരു ക്ഷേത്രമാണെന്നും മനസ്സിലായി. എന്തായാലും അടുത്ത വർഷത്തേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ വരട്ടെ. എല്ലാവർക്കും നമുക്ക് സ്വാഗതം ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിൽ എത്തിച്ചേരട്ടെ. എല്ലാവരും അനുഗ്രഹീതരായി തിരിച്ചു പോട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. ഇനിയിപ്പോ ഇപ്പൊ ഏകദേശം 4 മണിയോട് എടുത്തു, 4 മണി ആയി അല്ലേ? അപ്പൊ നമ്മൾ കൂടിയാട്ടം കാണാനാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ? അപ്പൊ കൂടിയാട്ടം കൂടി കണ്ടിട്ട് നമുക്ക് പോകാം. തീർച്ചയായിട്ടും നമുക്ക് കൂടിയാട്ടം ഇപ്പോൾ ഏകദേശം കൂടിയാട്ടം നടക്കും. അതിനുശേഷം ബാക്കി ഇവർ വിശേഷിക്കും മറ്റ് ഭക്തജനങ്ങളെല്ലാം കാണും. നടത്തി വരുന്ന തെയ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മാത്രം അങ്ങനെ ഉള്ളത് ഒരു ക്ഷേത്രം തെയ്യം എന്ന് പറയുന്നത് വളയങ്കാടൻ തൊണ്ടച്ചൻ എന്ന് പറയുന്ന തെയ്യം നമ്മൾ സമീപ പ്രദേശങ്ങളിലൊന്നും കാണാൻ സാധിക്കില്ല. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ നാഗകന്യക, നാഗസ്ഥാനത്ത് കെട്ടിയാടുന്ന നാഗകന്യക എന്ന് പറയുന്ന തെയ്യവും അപൂർവമായി മാത്രം കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യം കൂടിയാണ്. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയായിട്ടാണ്. പേര് ബിജു. ഈ നാട്ടുകാരൻ തന്നെയാണ്. ഇവിടെ തൊട്ട അയൽവാസിയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേ വരുന്ന ഒരു ക്ഷേത്രവും അതുപോലെ ഇവിടുത്തെ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരു ആളുമാണ്. അതെ, ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാം ചെറിയ ഓർമ്മയിൽ തെയ്യം അങ്ങനെ നടന്നിട്ടില്ല. ഈ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രായമായ ഒരാൾ ഈ പ്രദേശത്ത് വരികയും നമ്മളെ വീട്ടിൽ നിന്ന് അമ്മയോട് ഒരു വാക്കത്തി മേടിച്ചുകൊണ്ട് ഈ കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടി തുടങ്ങുകയും, അപ്പോൾ നമ്മളെല്ലാം ആ സമയത്ത് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഈ പ്രദേശത്ത് പിന്നെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കളിച്ചുകൊണ്ടേയിരിക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ ഇത് ആരാണ് എന്താണ്, ഇവിടെ ക്ഷേത്രമുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷേ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അല്ല ആ വന്ന ആൾ ആരാന്നും നമുക്കറിയില്ല. പുതുതായിട്ട് ഒരാൾ വന്നു, ഒരു പ്രായമായ ഒരു താടിയും മുടിയും നരച്ച ഒരു അയാൾക്ക് ഒരു വെടികുത്തിയിട്ട് വന്നിട്ട് ഉള്ള ഒരാളാണ്. അത്രയും പ്രായമായ ഒരാളാണ്, ഒരു സന്യാസിയെ പോലെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കാട് വെട്ടിത്തെളിക്കാനുള്ള ഒരു ആരോഗ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുട്ടികൾ, നമ്മളൊരു 10, 13, 14 വയസ്സുള്ള കുട്ടികളെല്ലാവരും കൂടി തന്നെ ഈ പ്രദേശത്ത് വരികയും നമ്മളും എല്ലാം അപ്പുറത്തുനിന്ന് ഭാഗത്തുനിന്നെല്ലാം പിന്നെ ആയുധങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട്, കത്തിയാളും അതെല്ലാം ശേഖരിച്ചുകൊണ്ട് അങ്ങനെ നമ്മളും അങ്ങനെ ഈ കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടി പിന്നെ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ 1-2 ദിവസം അങ്ങനെ വെട്ടിത്തെളിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുൻകാല ഭാരവാഹികളെല്ലായ ഇപ്പോൾ നാരായണനും, പിന്നെ നാരായണൻ്റെ ജ്യേഷ്ഠനും ഭരതാട്ടൻ, അതുപോലെ തന്നെ PC നാരായണൻ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടി ഈ പ്രദേശത്ത് വരികയും അവരെല്ലാം കൂടി ഒത്തൊരുമയോടുകൂടി ഈ കാട് മുഴുവനായിട്ടും വെട്ടിത്തെളിച്ച്, പിന്നെ ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ തറകളും കുത്തുവിളക്കുകളും പിന്നെ വാളുകളും പഴയ വാളുകളും അങ്ങനെയെല്ലാം കണ്ടെത്തിക്കൊണ്ട് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് കൊല്ലം തന്നെ നമ്മൾ പിന്നെ ഇവിടെ പിന്നെ തെയ്യം കെട്ടിയാടാൻ തുടങ്ങി. അത് ഈ കൊറോണ സമയത്ത് മുടങ്ങിയതല്ലാതെ വേറെ ഒരു സമയത്ത് മുടങ്ങിയിട്ടില്ല. ആദ്യം ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായി, ആ ക്ഷേത്രം പിന്നെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു. ഇപ്പം പുതിയ ക്ഷേത്രങ്ങൾ ഇവിടെ പിന്നെ നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ വർഷത്തിൻ്റെ
1.5 വർഷമായി നമ്മൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തിട്ട്. ഇപ്പോൾ 1.5 വർഷത്തോളമായി ഈ പുനഃപ്രതിഷ്ഠ കർമ്മം നിർവഹിച്ചിട്ട്. അതിനുശേഷം തന്നെയാണ് ഇവിടെ എന്താ പറയുക, ഓരോ വർഷവും ജനത്തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ തൊട്ട അയൽവാസിയായ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ പ്രശസ്തി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും, ആയിരക്കണക്കിന് ആളുകൾ രാവിലെ മുതൽ പുലർച്ചെ 4 മുതൽ ഇന്ന് 2-3 ദിവസമായി ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ്. ഇന്ന് പുലർച്ചെ തന്നെ വന്ന തീപ്പൊട്ടൻ്റെ തീപ്രവേശനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. അവർക്കെല്ലാം തന്നെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാൻ വേണ്ടി ക്ഷേത്രഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ ദൈവം എന്നറിയിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ മനസ്സിനെ കുറിച്ച്. ഇവിടെ കാണുന്നത് അത് ഭക്ഷണം കഴിക്കാനായാലും എത്രയോ ദൂരം ക്യൂ നിന്നിട്ട് അവർക്കൊന്നും ഒരു മുഷിപ്പം ഇതുവരെ ഇത്രയും സമയമായിട്ടും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ലൊരു സന്തോഷത്തിലും നല്ല വിശ്വാസത്തിലുമാണ് ഉള്ളത്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വിജയം. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് വന്ന ആൾക്കാർ ഇപ്പോൾ ഏകദേശം 8 മണിയോ 8:30യോ ആവും വൈകിട്ട്. ആ സമയം വരെ ഇവിടെ നിന്ന് പിന്നെ എന്താ പറയുക, ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട തെയ്യങ്ങളും തെയ്യത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും, അതായത് പിന്നെ ആൾ കുറയുകയല്ല, കൂടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ വിജയം. ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു പ്രവർത്തനം, അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും സഹകരണം കൂടിയാകുമ്പോൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വിജയിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ഈ സന്യാസി പോലത്തെ ഒരാൾ വന്നെന്ന് എവിടുന്നോ വന്ന ഒരാളാണ്. അയാളാണ് അദ്ദേഹമാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു അടയാളങ്ങളെല്ലാം കാണിച്ചു തന്നല്ലേ. അദ്ദേഹം എവിടെയായിരുന്നു താമസിച്ചത്? അതിനെപ്പറ്റി നമുക്കറിയില്ല. നമ്മളന്നേരം ചെറിയ പ്രായത്തിലുള്ള, പിന്നെ അദ്ദേഹത്തിന് കണ്ടിട്ടില്ല, പിന്നെ അപ്രത്യക്ഷമായി എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ വർഷം തന്നെ അദ്ദേഹം വന്ന് ആ വർഷം തന്നെ ഇവിടെ തെയ്യം കെട്ടിയാടി. അത് ഇപ്പോൾ 30 വർഷമായിട്ട് തുടർന്ന് കൊറോണയുടെ സമയത്ത് മാത്രം 1 വർഷം മാത്രമേ ഈ അതെല്ലാം അദ്ദേഹമാണ് ഇവിടെ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിന്റെ ഒരു നിമിത്തമായിട്ട് അദ്ദേഹം തന്നെയാണ് വീണ് കിടക്കുന്ന സ്ഥലം. ആ വർഷത്തിൽ തന്നെ നമുക്ക് ഇവിടെ തെയ്യം കെട്ടിയാടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇത് തന്നെയാണ്. അത് തുടർന്ന് ഇങ്ങോട്ട് എല്ലാ കൊല്ലവും 30 വർഷമായി. തീർച്ചയായിട്ടും നമ്മളെ ഈ പ്രദേശം, അതായത് മാണിയൂർ സുൽ പുല്ലോട്ട് ഭഗവതി ക്ഷേത്രം എന്നുള്ളത് നമ്മളെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എല്ലാവരത്തും പിന്നെ എന്താ പറയണ്ടത്, നമ്മളെ പേരിൽ കട്ടുളി എന്ന് പറയുന്ന ഈ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിമാനം തന്നെയായിട്ടാണ് അത് കാണുന്നത്. ഈ വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. ഇത് ഏറ്റവും ഫസ്റ്റ് ഇത് ഒരു കുടുംബക്ഷേത്രമായിരുന്നു. അതിനെപ്പറ്റി വല്ലതും ഓർമ്മയുണ്ടോ? ഇത് ഒരു സാമുദായിക ക്ഷേത്രമായിരുന്നു. ഇതൊരു സാമുദായിക ക്ഷേത്രമായിരുന്നു. അപ്പം അന്നേരം പിന്നെ സമുദായത്തിൻ്റെ ആളുകളെല്ലാം ആ സമയത്ത് ഒത്തുകൂടി. അപ്പം നമ്മൾക്കൊന്നും ഓർമ്മയില്ല. നമ്മളെല്ലാം എത്രയോ കാലഘട്ടത്തിന് മുമ്പ് നടത്തിയിരുന്നൊരു ഉത്സവമാണ്. അപ്പം സാമുദായിക ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോൾ പിന്നീട് നാട്ടുകാരുടെയൊക്കെ പരിപൂർണ്ണ പിന്തുണയും കമ്മിറ്റിയിലും അതുപോലെ മാതൃസമിതിയിലും അടക്കം അവരുടെ പിന്തുണയും സഹായ സഹകരണങ്ങളും എല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഐതിഹ്യത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്താണ് എന്നറിയാൻ വേണ്ടി അത് നമ്മളെ മലയാളികളിലെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ യൂട്യൂബർമാർക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും ക്ഷേത്ര കമ്മിറ്റീൻ്റെയും പിന്നെ ഒരു നന്ദി, അതായത് ആശംസ അറിയിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതിലും വലിയൊരു ഉത്സവമായി മാറട്ടെ എന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്നും, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും നമ്മളും ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത വർഷം എന്തായാലും ഉണ്ടെങ്കിൽ കാണാം അല്ലേ. അതുപോലെ ഈ പിന്നെ കവനെ പറ്റിയും എല്ലാം നമുക്ക് പറഞ്ഞു തന്നതിന് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തും. എന്തായാലും ഈ തിരക്കിനിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റി. കാരണം ഞങ്ങളെ യൂട്യൂബേഴ്സ്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ക്ഷണിക്കാണ്ട് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ നമുക്കും അറിയാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതെ, അത് പുറംലോകമായിട്ട് നിങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് കൂടുതൽ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തുക. അതിനുവേണ്ടി ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരുടെയും നന്ദി. തീർച്ചയായിട്ടും സന്തോഷം.
ചങ്ങായിമാരെ അങ്ങനെ തെയ്യെല്ലാം കണ്ടിട്ട് വീട്ടിലെത്തിയട്ടാ. കാണാത്ത 2-3 തെയ്യം കണ്ട്. വെളയങ്ങാടൻ തൊണ്ടച്ച, പിന്നെ ഉച്ചിട്ട വേറെ കണ്ടേ കാണാത്ത തെയ്യം നാഗകന്യക അന്ന് രാത്രി കണ്ടല്ലേ. വേറെ ഇതന്നെ നമ്മളെ പുല്ലോട്ട് അത് കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ വിഷ്ണുമൂർത്തിയെല്ലാം ചെറിയ വ്യത്യാസമുണ്ട്. ഭൈരവനും വ്യത്യാസമുണ്ട്, ചെറിയ പൂക്കുട്ടി ശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. അത് ഇന്നലെ രാത്രി കണ്ടല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ നാട്ടിലെ തെയ്യെല്ലാം ഏകദേശം തീർന്നു വരുവായിരുന്നു കേട്ടോ ചങ്ങായിമാരെ. അമ്മയോട് ചോദിച്ചേക്കാം നമുക്ക് എന്തുണ്ട് തെയ്യെല്ലാം കണ്ടിട്ട്. എന്തുണ്ട് തെയ്യെല്ലാം കണ്ടിട്ട് ശരിക്കും കാണാൻ പറ്റീന? ശരിക്കും കാണാൻ പറ്റി. കാണാൻ പറ്റാത്തടക്കുന്ന ഇപ്പുറം മാറി മാറി വന്നു നമ്മള് കാണുന്നുണ്ട്. അതുകൊണ്ട് വിശാലമായ മിറ്റല്ലേ. ഉച്ചിട്ട് എങ്ങളോടൊന്നും പറഞ്ഞ ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് ലാസ്റ്റ് കളിയാക്കി, ലാസ്റ്റ് ആ കൂടിയാട്ടത്തിന്റെ സമയത്ത് എന്നാ പറഞ്ഞേ എന്താണ് കളിക്കുന്നേ നല്ല ഇറ്റാണ്. അടുത്ത് വന്നിട്ട് ചിരിച്ചോണ്ട്. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിയും നല്ല അടിപൊളി കമ്മിറ്റി കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നെ. പിന്നെ അടിപൊളിയായിട്ട് പിന്നെ കൂടിയാട്ടം കളിയാൻ വള്ളിയെല്ലാം കണ്ട് ഇപ്പം നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചങ്ങായിമാരെ. ചങ്കളെ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം കാണാൻ ശ്രമിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. സ്വന്തം നിജി.